അവനാണ് ഞാൻ. I'm sorry, Abby. ഇന്നത്തെ ദിവസം എനിക്ക് അവന് ഒരുപോലെ പണിയിട്ടിയ ദിവസം. അതുകൊണ്ട് തന്നെ അവനെന്നെ ഇല്ലാതാക്കാൻ നോക്കി. പക്ഷേ അവന്റെ തീരുമാനം തെറ്റാന്ന് അവൻ മനസ്സിലാക്കിയപ്പോൾ ഞാൻ അവനൊരു സമ്മാനം കൊടുത്തു. നോക്കണ ഒരു കുറ്റി ഒരച്ചാല ഈ സമയത്ത് അങ്ങോട്ട് ഒതുക്കെ 2 മണിക്കൂർ വേണ്ട കത്തിക്കടാ. ഞാൻ എടുത്തോളടാ. ഗോഡൌൺ ഫ്രീ അല്ലേ? ഒക്കടാളിയാ പാതിരാത്രി ചരക്കും കൂടി കള്ളു എന്നാ പിന്നെ പെണ്ണും കൂടെ മോനെ കൊതിപ്പിക്കില്ലടാ. ഒന്നും മിണ്ടാതിരടാ, പെട്ടാ കൊടുങ്ങും. എന്തായാലും നമുക്ക് ഒരാൾ നൈറ്റ് വന്നാ കുറിച്ചെന്റെ കെക്ക് പോലെ ഇതും കൂടി വേണം. ഇതിൽ ഞാനല്ലേ നിങ്ങളാടി ഞങ്ങള് 4 പേര്. റേറ്റ് എത്രയായാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല. നീ എങ്ങോട്ടാടി പോന്നേ? പെണ്ണല്ലല്ലേ നീ? പെണ്ണല്ലെങ്കിൽ മുറ്റില്ലേ? ഞങ്ങള് കൊണ്ടുവിടാം. സവാരിക്കും മോളെ. ഡാഡി ഞങ്ങളെ താല്പര്യമില്ല നിനക്ക്? നമ്മക്കൂടൊക്കെ താടി. ആര് സൂചിക്കണാടി ഈ രാത്രി നീ ഇറങ്ങി? അവന് കാര്യം മനസ്സിലായെന്ന് തോന്നുന്നു. ഇത് ഏത് മോക്കോണപ്പനാണോ? ആ പോകാം. വാടാ. വണ്ടി അറ. എങ്ങോട്ടാ പോണ്ടേ? ഞാൻ കൊണ്ടാക്കാം. വാ. താങ്ക്സ് കേട്ടോ ആ സമയത്ത് വന്നതിന്. അയ്യോ, പെട്രോൾ വേണം തോന്നുന്നു. ആണോ? ഇനി കുറേ ദൂരം ഉണ്ടാവും? ഇല്ല, ഇവിടെ അടുത്താ. ഞാൻ നടന്നു നോക്കോളാം. ഇനിയിപ്പോ പെട്രോളിന് എന്താ ചെയ്യാ? അത് സാരമില്ല, കൂട്ടുകാരുണ്ട്. ശരിയാണോ? ഞാനും കൂടെ വരാം. എന്നിട്ട് അതില്ല
നമ്മളിതുവരെ പരിചയപ്പെട്ടില്ലല്ലോ. അതിനെന്താ, പരിചയപ്പെടാമല്ലോ. പരിചയപ്പെടാം എന്നാ പറ, തുടങ്ങിക്കോ. പമ്പ് അത് അടച്ചിട്ടേക്കുവാ. എന്താ ഇയാളുടെ പേര്? എബി. എത്ര വയസ്സായി? 23. എന്താ മുഖത്തൊരു സങ്കടം? എവിടെ പോയിട്ട് വരുക? തിരുവനന്തപുരത്ത് എന്തായിരുന്നു പരിപാടി? ഒന്നുമില്ല, നിങ്ങളെ മീറ്റ് ചെയ്യാൻ പോയതാ. ആകെ പ്രശ്നങ്ങളാണ്. ഓ, എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ ഇയാൾ കൂടെ നിന്നല്ലേ. ഇയാളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് കൂടെ ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ ആരാ? എവിടെ പോയിട്ട് വരുമോ? എന്തേ രാത്രി ഒറ്റയ്ക്ക്? എൻ്റെ പേര് ലക്ഷ്യ. നിന്നേക്കാൾ മൂത്തതാ. ഞാൻ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. വർക്ക് കഴിഞ്ഞ് വരുമായിരുന്നു. ഇടയ്ക്ക് വെച്ച് വണ്ടി പണി തന്നു. അതാ നടന്നു വന്നപ്പോൾ ലേറ്റായി. ഇനിയും കുറെ നടക്കാനുണ്ടോ? ഇല്ല, 10 മിനിറ്റേ ഉള്ളൂ. ഇയാള് ട്രാൻസാ? യെസ്, ഐ ആം എ ട്രാൻസ് വുമൺ. ആണായാലും പെണ്ണായാലും മനുഷ്യന്മാർ ഈ ശരീരം എന്നല്ല പ്രാധാന്യം. പിന്നെ മനുഷ്യന്മാർ ഈ സെക്സോ ജെൻഡറോ ഒന്നും അല്ലല്ലോ. അവരുടെ സ്വഭാവം എല്ലാം കണ്ടിട്ട് ആണല്ലോ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുന്നത്. ഫിലോസഫിയിൽ PhD എടുത്ത ആളാണല്ലേ. എൻ്റെ പ്രശ്നങ്ങളൊന്നും ആർക്കും മനസ്സിലാവില്ല. അയ്യോ, വിഷമായോ? ഞാൻ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഞാൻ ഒരു തമാശ പറഞ്ഞത്. ഇയാളുടെ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആശ്വാസം കിട്ടിയാലോ. നമുക്ക് ഇവിടെ ഇരുന്നാലോ? ഇരിക്കാം. പറ, എന്തായിരുന്നു പ്രശ്നം? എന്താ പറ്റിയേ? ആരും ഇല്ലാത്തതിൻ്റെ വേദന പറഞ്ഞാൽ മനസ്സിലാവില്ല. വിഷമിക്കല്ലേ. ഒക്കെ ശരിയാവുന്നേ, ലൈഫല്ലേ. എല്ലാം ഇങ്ങനെയൊക്കെ തന്നെയാണ്. എൻ്റെയൊക്കെ ലൈഫ് ഒന്ന് ആലോചിച്ച് നോക്കി. എത്ര പ്രശ്നങ്ങളാണുണ്ട്. അങ്ങ് ജീവിക്കുക. നമുക്ക് മാറി നിന്ന് സംസാരിക്കാം. നവാ. അല്ല ബി, എങ്ങടെ പോവാ? ഇവിടെ ഇരിക്കാൻ സമയം. അല്ല, എങ്ങനെ പോകും? പെട്രോളില്ലല്ലോ. ഇവിടെ അടുത്തിട്ട് പമ്പുണ്ട്, അവിടെ നിന്ന് എടുത്തിട്ട് പോകും. അതെ, അവന്റെ മനസ്സിന്റെ ഭാരം ഒന്ന് ഇറക്കി വെക്കാൻ പോകാനുള്ള ഓർത്ത് ഞാനും തുറന്ന് സംസാരിക്കാൻ തുടങ്ങി. എടാ അളിയാ, എടാ ഞാൻ ഇവിടെ എത്തി. നിങ്ങൾ റൂം എവിടാ? ഞാനല്ല പറഞ്ഞിട്ടല്ലോ അവിടെ വന്നേ. ഈ അവസാനം വെച്ച് ഇങ്ങനെ പറഞ്ഞാൽ എവിടെ പോവാനാടാ? ഒറ്റയ്ക്ക് വിട്ടുപോയ അവസ്ഥ. മുമ്പോട്ട് എങ്ങനെ പോകണം, എവിടെ പോകണം എന്നൊന്നും അറിയാതെ തരിച്ചു നിന്ന സമയം. അപ്പോഴും ജീവിക്കണം എന്നുള്ള വാശി മാത്രം ഉണ്ടായിരുന്നു. കയ്യിലെ കാശിൻ്റെ കണക്കും എത്തിച്ചേരാനുള്ള ദൂരത്തിൻ്റെ കണക്കും എടുത്താൽ ഈ വണ്ടി അധികം മുമ്പോട്ട് പോകത്തില്ല. 1000 പ്രശ്നങ്ങളുടെ തുടക്കമായിരുന്നു. പണിയെടുക്കുന്നവന്റെ പടച്ചവനാണ് ദുബായ് എന്ന് എവിടെയോ കേട്ടിട്ടുണ്ട്. കഷ്ടപ്പെടുന്നവന് കൈത്താനാണ് കൊച്ചി.
അധ്വാനം തുടങ്ങി. രാത്രിയും പകലുമില്ലാതെ അത് ഒരു ലക്ഷ്യബോധമുണ്ട്. അത് നേടിയെടുക്കാൻ വേണ്ടി കഷ്ടപ്പെടാനും തയ്യാറാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രായത്തിന്റെ മണ്ടത്തരത്തിൽപ്പെട്ട് ഒരു പെണ്ണുമായി ഇഷ്ടത്തിലാവും. സത്യം പറഞ്ഞ പ്രേമം എന്റെ തലയ്ക്ക് പിടിച്ചു. എന്റെ ലക്ഷ്യബോധം നഷ്ടപ്പെട്ടു. പക്ഷെ അത് കൂടുതൽ നാൾ നിന്നില്ല. അകലാൻ തുടങ്ങി. അതിഥികൾ വന്നപ്പോ അവന് കിട്ടേണ്ട പരിഗണന കുറഞ്ഞു തുടങ്ങിയെന്നറിഞ്ഞപ്പോ ഞാൻ ഒന്ന് തളർന്നു. പിന്നെ ഈ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന ചങ്ങാതികളുണ്ട് ചില തുറുപ്പന നിമിഷങ്ങൾ പിടിച്ചു നിൽക്കാൻ പഠിച്ചു. നോക്കി നോക്കി കുപ്പി അടിക്കള അത് കഴിഞ്ഞില്ലടാ, ഒരെണ്ണം അടിക്കടാ. നല്ല പാട്ടല്ലോടാ. വെള്ളം കുറച്ച് മതി. മതി വേണ്ടല്ലോ. ഉറപ്പല്ലേ? എടാ ഈ ബെസ്റ്റ് വെച്ചാ എന്താ? പൊട്ട ബെസ്റ്റ് എന്ന് പറയുന്നത് പൊട്ടനാണ്. എടാ ബെസ്റ്റ് എന്ന് പറയുന്ന ഉള്ളി എന്റർടൈൻമെന്റ്, നോ കമ്മിറ്റ്മെന്റ്സ്. എടാ നമുക്ക് വീടിനകത്തിടാനൊരു ചെരുപ്പ്, പുറത്തു പോകുമ്പോൾ മറ്റൊരു ചെരുപ്പ്, അത്രേ ഉള്ളൂ. ആ ഒരു ഇതില് സെൻസ് എടുക്കാൻ പറ്റും. ചിക്കൻ സോറി. അപ്പൊ ഈ ലവർ only commitments, no entertainment. എന്തോ നാടിയത് ഇതോ എടാ എബി, ഈ ലോകത്ത് എല്ലാത്തിനും പകർന്ന എല്ലാത്തിനും എല്ലാവർക്കും ചോയ്സസും ഉണ്ട്. നമ്മളൊക്കെ വേറെ ആരുടെയോ ചോയ്സസ് മാത്രമാണ് എബി, വെറും ചോയ്സസ്. നിന്നെ ചോയ്സ് ആയി കാണുന്നവരെ നീ ഒരു ഓപ്ഷനായി മാത്രം കണ്ടാൽ മതി വെച്ചാണ്. ഓക്കെ അടിക്ക് വെച്ചാ ഈ കുപ്പിനെ അടിച്ചിട്ട് ആകെ മൂടായിരിക്കും ഇവിടെ. ശരിയില്ല. എന്തായാലും ഈ ആദ്യമായിട്ട് കൂടുന്ന സാധനല്ലേ ഇത്. രാവിലെ മേടിച്ച ചെക്കന്റെ സങ്കടത്തിന് ഇവന്റെ സങ്കടം ഇതുവരെ തീർന്നില്ലേ? ഇത് ഇപ്പടുത്ത് തീരും തോന്നുന്നു വെച്ചാ. കുറച്ച് ദിവസമായിട്ട് തുടങ്ങിയാണല്ലോ. എടാ എന്തുവാടേ പോണെങ്കി പോട്ടടാ, നീ എന്ത് ടെൻഷൻ അടിച്ചിരിക്കുന്ന? അവള് പോയ വേറെ ആള് വരും. അവളോട് പോവാൻ പറടാ. വിട്ടുകളി തന്നെ, നീ അത് ആലോചിച്ചോണ്ടിരിക്കില്ല. മച്ച ഏതായാലും കൊണ്ടുവന്നല്ലേ, നമുക്ക് രണ്ടെണ്ണം അടിച്ചിട്ട് പൊളിക്കാം. ഐശ്വര്യമായിട്ട് ഒക്കെ വേണം നീക്കിച്ചാ. എത്ര ആവശ്യം കൊല്ലി പിന്നെ ചെരുപ്പ് വെള്ളം വെള്ളം മതി മതി. രണ്ടെണ്ണം അടിച്ചിട്ട് പിടിച്ചാലോ? എന്നാലും ശരിയാവില്ല. അടിച്ച വാട് വെക്കും. ബോധം പോകാൻ എന്തെങ്കിലും മരുന്ന് കിട്ടിയാൽ മതിയായിരുന്നു. സ്റ്റിക്ക് കിട്ടുമോ? ഇല്ലളിയാ. എടാ കഴിച്ചടാ, ഇറങ്ങടാ, എനിക്ക് ഓഫീസിൽ പോണോ?
ഒന്ന് ഇറങ്ങ്. ഒന്ന് തുറക്കട പന്നി. എന്റെ സങ്കടത്തിന് തീർന്നില്ലടാ. എന്തിനാടാ ഇങ്ങനെ പ്രാന്ത് കാണിച്ചിട്ട് എന്തിനാടാ? ഉപദ്രവിക്കില്ലെങ്കിൽ ഞാൻ ഉപദേശം തരാം. സമാധാനവും സന്തോഷവും തരത്ത ഒന്നിന്റെ പുറകെ പോണ്ടടാ. 2-2.5 വർഷമല്ലേ നിങ്ങളുടെ റിലേഷൻഷിപ്പ്. നിനക്ക് അവളെ അവക്ക് നിന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ നീ വിട്ടുകളാ. എനിക്കത്രേ പറയാനുള്ളൂ. ശ്രുതിയെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റാത്തത്രേ അവൻ അഡിക്റ്റഡായി കഴിഞ്ഞു. പ്രശ്നങ്ങൾ കൂടുമ്പോഴും കൂടെ ഉണ്ടാവണമെന്ന് അപേക്ഷിക്കാനായി ശ്രുതിയുടെ അടുത്തേക്ക് പോയി.